ഇടത് സഹയാത്രികൻ ശ്രീ റജി ലൂക്കോസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റജി ലൂക്കോസ്, നാട്ടിൽ നിയമമുണ്ട്, കോടതികളുടെ വാക്കിന് വിലയുണ്ട്, അത് പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്, അവർക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ഇതൊന്നും പാർട്ടിക്കാർക്ക് ബാധകമല്ലേ? അല്ല, ഇതിന്റെ വസ്തുതകളെ കുറിച്ചൊന്നും പൂർണ്ണമായിട്ട് അറിയത്തില്ല. എങ്കിലും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ, ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെങ്കിലും അതാത് ഓഫീസുകളിൽ ചെന്ന് ഇടപെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ ആക്രമണത്തിന്റെ ഭാഷയൊക്കെ ചിത്രീകരിക്കുക എന്നുള്ള ഒരു CP വിരോധം മാത്രമേ ഉള്ളൂ. PP ദിവ്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെ. PP ദിവ്യ പറഞ്ഞതിനെ പർവ്വതീകരിച്ച് അവർ കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ, അല്ലെ ആത്മഹത്യയിലേക്ക് അതല്ല ഇവിടെ പ്രശ്നം. അതല്ല, അതായത് പിണറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് ബാനർ വെക്കരുത്, കൊടിതോരണങ്ങൾ വെക്കരുത് എന്നുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് ജീവനക്കാർ സ്വീകരിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതിന് അവർ പ്രതികരിക്കുന്നത് വായി മൂടിക്കെട്ടിക്കൊണ്ട് ശാന്തമായ പ്രതിഷേധമാണ്. അതുപോലും അനുവദിക്കില്ല എന്ന് പറയുന്നു. അതിൽ പാർട്ടിക്കാരുമുണ്ട്, സർവീസ് സംഘടനകൾ എന്ന് പറയുന്നത് CPM-ന്റെ തന്നെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ടെന്നാണ് അവിടുന്ന് റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ ആരായിരുന്നാലും? അല്ല, തീർച്ചയായിട്ടും നിയമം പാലിക്കാനായിട്ട് ഏതൊരു വ്യക്തിയും ഏതൊരു സംവിധാനം ബാധ്യസ്ഥനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഞാനിതിനെയൊന്നും ന്യായീകരിച്ച് പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ പോലെ ഒരു ജനാധിപത്യ ബോധമുള്ളൊരു സംസ്ഥാനത്ത് നിങ്ങളെല്ലാവരും ഈ പൂർണ്ണമായിട്ട് 100% ശരിയുടെയോ തെറ്റിന്റെയോ ഭാഗം നോക്കാതെ തന്നെ പരിപൂർണമായിട്ട് ജീവനക്കാരെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായാലും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളോ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകർക്കോ രാഷ്ട്രീയക്കാർക്കോ അതൊന്നും ഒരക്ഷരം പോലും ഉണ്ടാതെ കൊണ്ട് മാറി നിന്നോണം. ഇവരാണ് രാജാക്കന്മാരെന്നോട്ട് പ്രതി സൃഷ്ടിക്കാനായിട്ട് PP ദിവ്യയുടെ വിഷയത്തിൽ തന്നെ നിങ്ങളെല്ലാവരും പൊതുബോധം ഉയർത്താൻ ശ്രമിച്ചു. അതിന് തിക്താരൂപങ്ങൾ ഇപ്പോൾ കേരളം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്ഷമിക്കണം, കോടതി വിധിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രണം വേണമെന്നില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് തന്നെ. എനിക്കത് അംഗീകരിക്കുന്നതിലൊന്നും യാതൊരു മടിയില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട റജി ലൂക്കോസ്, എന്തായാലും